ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അരിപ്പത്തിരി അഥവാ കൈപ്പത്തിരി ഉണ്ടാക്കാം. ഒരുപാട് ഫ്ലേവേഴ്സൊക്കെയുള്ള നല്ല നാടൻ രുചിയുള്ള പത്തിരിയാണ് കേട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കാം. ഇത് നമ്മൾ നോർമലി ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണ യൂസ് ചെയ്യണ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ 1 കപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്. സവാള ചെറുത് മതി, വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി എടുക്കാം, കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരുപാട് എരിവിലൊന്നും ചെയ്യണില്ല. അപ്പോൾ ഒരു പച്ചമുളക്, ഒരു നീളത്തിലുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഒഴിവാക്കിയിട്ടും ചെയ്യാം കേട്ടോ. എരിവ് വേണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. കറിവേപ്പിലയാണ് കേട്ടോ കൂടുതൽ വേണ്ടത്, കാരണം നമ്മുടെ ഒരു നാടൻ ടേസ്റ്റിന് കറിവേപ്പിലയാണ് കുറച്ചും കൂടി നല്ലത്. എനിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകൾ നമുക്ക് അരിപ്പൊടിയുടെ കൂടെ ചേർക്കാം. പിന്നെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേരുവ തേങ്ങാപ്പീരയാണ്. ഇത് 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഉണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് നല്ല ജീരകം പൊടിച്ചത്, അതായത് ക്യുമിൻ സീഡ്സ് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ചൂട് വെള്ളമാണ്. ഞാനിപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. ആ ചൂടോട് കൂട്ടിയിട്ട് ഞാൻ ചേർക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്ത് നോക്കാം. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ട് കുഴയ്ക്കാം. എന്നിട്ട് നമുക്ക് കൈ പൊള്ളാത്തൊരു ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മുഴുവൻ നമുക്ക് വേണ്ട. കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കുള്ള അളവിലാണ് നമുക്ക് വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനകത്താണോ നിങ്ങൾ പൊടി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാം. 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്കുള്ള അളവിൽ വെള്ളം എടുക്കാം കേട്ടോ. അത് നമുക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നല്ല ഷേപ്പായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കാൻ പറ്റണം, അന്നേരമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയണത്. നമ്മുടെ കയ്യിലൊന്നും വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൊടിയിലേക്ക് എല്ലാത്തിൻ്റെയും രുചിയും മണമൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരി നമ്മൾ ഇലയിലാണ് ചെയ്തെടുക്കണത്. ഇപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് ഇല എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്, വാഴയില അവൈലബിൾ ആണ്. പക്ഷേ പുറം നാട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴയില കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊന്നെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വാഴയില തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നമ്മുടെ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കരുതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണ നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഈ ഒരു അളവിൽ, നമ്മുടെ ഒരു കൈപ്പിടി അളവിലുള്ള ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അധികം കട്ടിയില്ലാണ്ട്, എന്നാൽ കുറച്ച് കട്ടിയിൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ പരത്തിയിരിക്കണത് ഏകദേശം ഒരു 0.5 സെൻറ്റിമീറ്റർ കട്ടി ഉണ്ടാവും കേട്ടോ. ഒരുപാട് കട്ടി വേണ്ട, എന്നാൽ ഒത്തിരി അങ്ങോട്ട് നൈസുമല്ല. നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ വലുതായി വന്നോളും. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു 3-4 വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണത്തിലോ 4 എണ്ണത്തിലൊക്കെ ഇതുപോലെ പരത്തി വെച്ചിരുന്നാൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്, നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. ഒരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ആ ഇലയോട് കൂടി തന്നെ ഇങ്ങനെ അങ്ങ് കമഴ്ത്തി വെച്ച് കൊടുക്കുക. പിന്നെ ചില പൊടികളനുസരിച്ചിട്ട് അത് വിട്ട് വരാനായിട്ട് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ടപ്പം തന്നെ ഇല അങ്ങോട്ട് പെട്ടെന്ന് പൊക്കിയെടുക്കാൻ പാടില്ല, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ പേപ്പറിലാണെങ്കിൽ ഈസി ആയിട്ട് വിട്ട് വരും കേട്ടോ. പക്ഷെ വാഴയില യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പയ്യെ ഇതുപോലെ അടർത്തിയെടുക്കാം. അപ്പോൾ അന്നേരത്തേക്ക് ഈ പത്തിരി ഒന്ന് ചൂടാവുമല്ലോ, അപ്പോൾ വിട്ട് വരാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ തീ നമുക്കൊരു മീഡിയത്തിനും ലോയിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. കാരണം ഇത് വെന്ത് വരാനുള്ളൊരു സമയം വേണ്ടേ. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൊരിയും, പക്ഷെ ഉള്ളു വേവില്ല.
അപ്പോൾ ഒരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കട്ടിയിലൊക്കെ പരത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡൻ ഡോട്ട്സ് ഒക്കെ വന്നു തുടങ്ങും. അപ്പം അന്നേരത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറിലുള്ള ഡോട്ട്സ് വന്നിട്ടുണ്ട്. അടുത്ത സൈഡ് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സൈഡിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ തേക്കണത്. അപ്പോൾ ഈ ഒരു പത്തിരി വേവണ നേരം കൊണ്ട് നമുക്ക് ആ ഒഴിഞ്ഞ വാഴയിലയിൽ നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇതിങ്ങനെ തന്നെ ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പലഹാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. കറിയുടെ കൂടെ കഴിക്കണമെങ്കിൽ കറിയുടെ കൂടെ കഴിക്കാം. പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു കട്ടൻ ചായയും ഇത് ചൂടോട് കൂടിയിട്ടുള്ള ഈ പത്തിരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. കാരണം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ സാധനങ്ങൾ, എരിവുണ്ട്, അത്യാവശ്യം ഫ്ലേവറുകളെല്ലാം ഉണ്ട്. അപ്പോൾ കറി ഇല്ലെങ്കിലും നമുക്ക് ചുമ്മാ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത്തിരി ചൂട് വേണം കേട്ടോ. ചൂടുണ്ടെങ്കിലാണ് ടേസ്റ്റ്. എല്ലാ ടൈപ്പ് കറി, വെജ് കറിയും നോൺ വെജ് കറിയും എല്ലാത്തിൻ്റെ കൂടെയും പോവും. ചമ്മന്തിയുടെ കൂടെ കഴിക്കണവരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. വളരെ നാടനായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.